Next ഒരു നല്ല ക്വസ്റ്റ്യൻ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അപ്പോൾ ലിസൺ പ്രോപ്പർലി. സോ യു ക്യാൻ ഫൈൻഡ് എ ടേബിൾ ഹിയർ. Then there is a single pulley. Then two masses are attached by passing a string over the pulley. Then that is M2. This is M1. From appearance itself, it is very clear. M1 is greater than M2. So M1 is greater than M2. No problem. ഇനി കഥകളെല്ലാം പറയൂ. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ദിസ്? ഇതിൻ്റെ വെയിറ്റ് എത്രയാണ് മക്കളെ? mg ആണ്. ഇവിടെ m1g ആണ്. വെയിറ്റ് എങ്ങോട്ടായിരിക്കും? താഴോട്ടായിരിക്കും. ഇനി ഇതിൻ്റെ വെയിറ്റ് എത്രയാണ്? m2g ആണ്. ഇതിൻ്റെ വെയിറ്റ് എത്രയാണ്? m2g. അത്ഭുത സംഭവങ്ങളൊന്നുമല്ല. ഇനി ബാക്കി കാര്യങ്ങൾ പറയണം. ഇനി ഈ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട് ഈ ടേബിൾ ഫ്രിക്ഷൻലെസ് ആണെന്ന്. ടേബിൾ എന്താണ്? ഫ്രിക്ഷൻലെസ് ആണെന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ പറയും ഈ കയർ നല്ല വലിഞ്ഞ് ടെമ്പറായിട്ട് നിൽക്കും അല്ലേ? അപ്പോൾ ഇവിടെ m1g താഴോട്ടും ഈ കയറിലുള്ള ടെൻഷൻ മേലോട്ടും നമ്മൾ മാർക്ക് ചെയ്യും. അപ്പോൾ കയറിലുള്ള ടെൻഷൻ എത്ര? t. ഇനി ഇവിടെ m2g താഴോട്ടല്ലേ? ഈ സർഫസിൽ നിന്ന് മേലോട്ട് ഒരു നോർമൽ ഫോഴ്സും ആക്ട് ചെയ്യും. അപ്പം നോർമൽ ഫോഴ്സ് മേലോട്ട്. ഇനി ഇവിടെ ഈ സാധനം അനങ്ങാതിരിക്കുന്നതുകൊണ്ട് എന്നും എം ജിയും ഈക്വൽ ആണ്. അപ്പോൾ n ആൻഡ് m2g ആർ ഈക്വൽ. അപ്പോൾ അതൊക്കെ നമുക്ക് കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാം. ഇനി നമ്മുടെ ഈ കയറും ടെമ്പറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ ഈ ഡയറക്ഷനിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. എന്താണ് ഉണ്ടാവുന്നത്? ടെൻഷൻ. ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ തന്നിട്ടുണ്ട്. ഈ സിസ്റ്റത്തിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴോട്ടിറങ്ങി പോവും, ഇത് ഇങ്ങോട്ടും പോവും അല്ലേ? അപ്പോൾ ഈ ടേബിൾ ഫ്രിക്ഷൻലെസ് ആയതുകൊണ്ട് ഇത് താഴോട്ട് പോകുന്നതും ഇത് ഇങ്ങോട്ട് പോകുന്ന ഒരേ രീതിയിലായിരിക്കും. അപ്പോൾ ഈ സിസ്റ്റത്തിനുണ്ടാകുന്ന കോമൺ ആക്സലറേഷൻ എ ആണ്. അപ്പോൾ ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് ഈ കോമൺ ആയിട്ടുള്ള ആക്സലറേഷനും ഈ കയറിലെ ടെൻഷനും കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ. സമാധാനമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുക. സോ ലിസൺ ഹിയർ. ദിസ് ഈസ് എ ടേബിൾ. വാട്ട് ടൈപ്പ് ഓഫ് ടേബിൾ? ഫ്രിക്ഷൻലെസ് ടേബിൾ. Then this body is placed over that. What is the weight of the body? m2g. Normal force will be acting upwards. See, this body is not jumping up nor down. See, upward and downward forces balance each other. So n and m2g balance each other. So I am not interested in mentioning that because this is meaningless in this situation. Then അപ്പോൾ ഇനി ഇതിനെ പറ്റി മിണ്ടണ്ട. Then what about m1? The weight is m1g downwards. The tension is upwards. So ഇനി അടുത്തെന്താണ്? This rope you see, it is straight. So there will be a tension like this. ഇനി കഥകൾ പറയുക. നമ്മുടെ ഇവിടെ റിലീസ് ചെയ്താൽ see, this will come down, this will go right. See, both are moving alike. So both are getting same acceleration. What is acceleration? A is acceleration. ഉണ്ടാകുന്ന acceleration എത്ര? A ആണ് acceleration. Then you have to get expression for the tension and acceleration. So it is a question. So what will be the question? They will give you a figure like this and they will tell you. So the table in this situation is frictionless. You obtain the common acceleration and tension in this situation. ഇതായിരിക്കും question. ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന സാധനം തന്നെ. So listen properly. For m1. See, how many forces are acting? How many forces are acting here for m1? m1ന്റെ കേസിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്? 2 എണ്ണം. m1g താഴോട്ടും t മേലോട്ടും ആണല്ലോ. അപ്പോൾ ഈ m1 എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്നൊന്ന് പറയണം. m1 താഴോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഫോഴ്സാണ് വലുത്? m1g കൂടുതലും t ചെറുതുമാണ് ആണല്ലോ. ഇവിടെ m1ന്റെ മണ്ടയിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? 2 ഫോഴ്സ്. ഏതൊക്കെയാ? m1g താഴോട്ടും t മേലോട്ടും. അപ്പോൾ ഇതിൽ ഏത് ഫോഴ്സാണ് വലുതെന്ന് അങ്ങനെ നമ്മൾ ചിന്തിക്കും. ഇത് എങ്ങോട്ട് മൂവ് ചെയ്യുന്നത് നോക്കുക. താഴോട്ടല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ടുള്ള ഫോഴ്സ് കൂടുതൽ. അപ്പോൾ m1g വലുതും t ചെറുതും. അപ്പോൾ വാട്ട് ഈസ് ദ നെറ്റ് ഫോഴ്സ്? പറ. നെറ്റ് ഫോഴ്സ് എങ്ങനെ കാണും? വലിയ ഫോഴ്സിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യുക. അപ്പോൾ m1g മൈനസ് t എന്ന് എഴുതാം. ഇനി ഫോഴ്സ് എന്ന് പറഞ്ഞാൽ m a അല്ലേടാ. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ m a. ഇപ്പോൾ ഇവിടെ m1 ആയതുകൊണ്ട് m1a എന്ന് എഴുതണം. ഈസ് ഈക്വൽ ടു m1g മൈനസ് t എന്ന് കിട്ടി. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ബുദ്ധിമുട്ടില്ല. ഇനി നമ്മുടെ m2ന്റെ കാര്യം നോക്കുക. m2ന്റെ കേസിൽ ഒരേ ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യേണ്ട ഒരേ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? t ആണ്. കാരണം ഇത് രണ്ടും നമ്മൾ ഈ സിറ്റുവേഷനിൽ ഉപയോഗിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ m2ന്റെ മണ്ടയിൽ ആക്ട് ചെയ്യുന്ന ഒരേ ഒരു ഫോഴ്സ് ഏതാണ്? t ആണ്. അപ്പോൾ നെറ്റ് ഫോഴ്സ് ഫോർ m2, the net force acting is what only? Tension only. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ma ആണ്. m2 ആയതുകൊണ്ട് m2a എന്ന് എഴുതി. is equal to t എന്ന് എഴുതി. ഇക്വേഷൻ നമ്പർ 2
അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. യു ആഡ് യുവർ ഇക്വേഷൻസ്. രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ LHS പ്ലസ് LHS പറയൂ. M1A പ്ലസ് M2A. M1A പ്ലസ് M2A ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ആഡ് ചെയ്യുക. ഇതിസ് പ്ലസ് ദാറ്റ് പറയൂ. M1G മൈനസ് T പ്ലസ് T എന്നാണ്. ഇത് രണ്ടും ക്യാൻസലായി. ബാക്കി ഇത് രണ്ടിൽ നിന്നും A കോമൺ എടുക്കുക. M1 പ്ലസ് M2 ബാലൻസ് is equal to M1G എന്ന് കിട്ടി. Then what is acceleration is equal to പറയൂ M1G divided by M1 plus M2 എന്ന ആൻസർ കിട്ടും. This is a acceleration of the system. ഈ സിസ്റ്റത്തിന്റെ എന്താണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്? ആക്സലറേഷൻ. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു. ഇനി ഇവിടുത്തെ ടെൻഷൻ കണ്ടുപിടിക്കാൻ പോകുന്നു. കഴിഞ്ഞ ദിവസം അതേ മെത്തേഡാണ്. രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഡിവൈഡ് ചെയ്യുക. യു ഡിവൈഡ്. സോ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ 2 ഡിവൈഡ് ചെയ്തേ. സോ പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് പറയൂ. ഇക്വേഷൻ 1ന്റെ LHS എന്ന് പറഞ്ഞാൽ M1A ആണ്. ഡിവൈഡ് ബൈ ഇവിടുത്തത് M2A ആണ്. ഡിവൈഡ് ചെയ്തു. ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് ഡിവൈഡ് ചെയ്യുക. M1G മൈനസ് T ഡിവൈഡഡ് ബൈ T എന്നാണ്. ഇത് രണ്ടും ക്യാൻസലായി. ക്രോസ് ചെയ്ത് പറയണം. M1 ഇൻറ്റു T M1T എന്നാണ്. ഈക്വൽ ടു M2 ഇൻറ്റു M1G M1 M2G. അടുത്ത് മൈനസ് M2 ഇൻറ്റു T M2T എന്നാണ്. ഇനി ഈ മൈനസ് M2T എടുത്ത് അപ്പുറത്ത് വയ്ക്കുക. അപ്പം എന്ത് വരും? M1T പ്ലസ് M2T ഈസ് ഈക്വൽ ടു M1 M2G എന്നായി. ആണല്ലോ. അപ്പോൾ രണ്ടിലും T കോമൺ എടുത്താൽ M1 പ്ലസ് M2 ബ്രാക്കറ്റ് വരും. ആണല്ലോ. ഈസ് ഈക്വൽ ടു M1 M2G ആണല്ലോ. ഇനി ഇതിനകത്തുനിന്ന് T എത്രയെന്ന് പറയും? വാട്ട് ഈസ് T? T ഈസ് ഈക്വൽ ടു M1 M2G ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 എന്നായി. അപ്പോൾ നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ എന്തും കണ്ടുപിടിച്ചു, കയറിലുണ്ടാകുന്ന ടെൻഷനും കണ്ടുപിടിച്ചു. ഇതേപോലെ ക്വസ്റ്റ്യനൊക്കെ തരും എക്സാമിന് കേട്ടോ. അപ്പോൾ പ്രോബ്ലം മോഡലിലൊക്കെ ക്വസ്റ്റ്യൻ തരും. അപ്പോൾ സോൾവ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നും കൂടെ പറയാണ്. സേ വാട്ട് ഈസ് എ ക്വസ്റ്റ്യൻ? ഇതുപോലെ. സോ ദേ വിൽ ഗിവ് യു എ പിക്ചർ ലൈക്ക് ദിസ്. നോക്കൂ, ദിസ് ഈസ് എ ടേബിൾ. ഓക്കെ, അത് വേണ്ട, നമുക്ക് അത് ഫുള്ളായിട്ട് റൈസ് ചെയ്തിട്ട് പുതിയ വരയ്ക്കാം. സോ ദിസ് എ ടേബിൾ. സോ ലിസൺ, വാട്ട് ടൈപ്പ് ഓഫ് ടേബിൾ? ഫ്രിക്ഷൻലെസ് ടേബിൾ. കണ്ടല്ലോ, frictionless table. Okay, then see here you can find a pulley. It is fixed to the table. It is attached to the table. Okay, this is a pulley. Then this is a string. Then here there is a mass, a bigger one. So what is a mass? M1. Then this end is attached to a lighter body. Okay, what is it? M2. Then what type of table is this? It is a frictionless table. Frictionless table. Okay, frictionless table. Then what is the next one? The weight of this body is M2G. There will be normal force upwards. So these two cancel each other. Why cancelling each other? Because this body is neither moving up nor down. So I am not interested in that. ഞാൻ ആ സെക്ഷൻ പറയാൻ പോകുന്നില്ല. ഇനി ബാക്കി കഥകളൊക്കെ എനിക്ക് പറഞ്ഞാൽ മതി. So what is the weight of M1? M1G downwards. See, this string is under tension, so the tension will be like this, no problem. Then see, this string you see it is straight, am I right? So there will be a tension like this. Okay, now think of M1. See, this M1 will move down, this will move right. So both are getting same acceleration. What is acceleration? A. So you have to calculate that. You have to obtain the tension also. So they will give you a picture like this and they will tell you obtain acceleration under tension of the system. It is a question. Okay, then listen properly. You consider M1. For M1, how many forces are there? For M1, how many forces are there? Two forces are there. What are they? M1G and T. Okay, then what is the net force? How can you calculate the net force? Say, Meenakshi, how can you calculate the net force? Bigger force minus smaller force. Which is bigger? M1G is bigger. Why it is bigger? Because this system is this body is moving down, so the downward, we assume that the downward force is greater. So what is downward force? M1G, it is greater. So M1G greater, T less. So what is the net force? Bigger force minus smaller force. Am I right? Then what is force? MA. So their body is M1. So M1A equal to M1G minus T. So this is our first equation, equation number 1. Okay, then what about body 2? For M2, how many forces are acting? The only force acting is T. So the net force acting is what alone? T alone. So how can you calculate force net?
net force is equal to ma. So their mass is m2, so m2a equal to t, equation number 2. So you are getting two equations, you add the two equations, so LHS plus LHS, m1a plus m2a, so m1a plus m2a is equal to RHS plus RHS, m1g minus t plus t, m1g minus t plus t, so minus t plus t cancel, then a common balance m1 plus m2, then is equal to m1g, then what is a is equal to m1g divided by m1 plus m2. Am I right? This is an expression for acceleration of the system. Then how can you get a tension in the string? So you divide your equations. First equation divided by second equation. So m1a by m2a. So m1a divided by m2a is equal to RHS by RHS. m1g minus t, m1g minus t divided by what is thing here t. So a cancel. I am crossing. See m1 into t, m1t. Then m2 into m1g, m1 m2g, m1 m2g, then m2 into t minus m2t. Okay, then minus m2t is taken to the left side. So what is your answer? m1t plus m2t, m1t plus m2t is equal to right side. See m1 m2g. Am I right? m1 m2g. Then t common balance, m1 plus m2 is equal to m1 m2g. No problem. Then what is t? T is equal to, tell me what is t? T is equal to m1 m2g divided by m1 plus m2. So you are getting tension. എന്തെങ്കിലും പ്രയാസം തോന്നിയോ? അപ്പോൾ ഇതുപോലെ എക്സാമിന് ചോദിക്കും. ഈ മോഡൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ച് വേണം ഇരിക്കാൻ, അല്ലാതെ ഉറങ്ങിയിരിക്കരുത്. സോ വൺസ് അഗൈൻ ഐ വിൽ എക്സ്പ്ലെയിൻ. Listen the entire things. See what type of table? Frictionless table. So keep in mind there is a frictionless table. So this is your table. Okay. Then what is attached to it? A pulley is attached to it. Okay. So this is your pulley. Then a string is passed over the pulley. Then here there is a mass. It is a heavier one, m1. Then this is a lighter one. It is m2. Okay. Then see what is the weight of this one? mg. So it is m1g. The tension is T. No problem. Then see this string is straight. There is a tension like this T. Am I right? Then what is the next one? Yeah, the weight of m2 is m2g downwards. Then there will be normal force upwards. They cancel each other. Why they are cancelling each other? See this body is neither moving up nor down. So upward and downward should be equal. So n and m2g should be equal. So I am not interested in that. See the only force here is T. Now listen. See we have to get the common acceleration. See on releasing this will move down, this will move right. So both are getting same acceleration. What is acceleration? A. So you have to get the acceleration and the tension of the system. So shall I? So first you consider body 1. So for m1, see there are two forces. What are they? m1g and t. Okay, your body m1 is moving down. So what is our assumption? We assume that m1g is greater than t. So what is the net force? Say what is the net force? m1g minus t. Then how will you calculate force? ma. So ma, there the mass is m1, so m1a equal to m1g minus t. So I am getting an equation. I name it equation number 1. Then what is the next one? For m2, the only force acting is t. So the net force acting is what alone? T alone. Am I right? So what is force? ma. There the body is m2. So m2a is equal to t. Equation number 2. Now you add your equations. LHS plus LHS. m1a plus m2a. So m1a plus m2a is equal to RHS plus RHS. See m1g minus t plus t. So m1g minus t plus t. So these two cancel. A common. So m1 plus m2 is equal to m1g. No problem. Then what is A? A is equal to m1g divided by m1 plus m2. So I am getting the acceleration of the system. Is it clear? Then how will you calculate the tension? Tell me. So you divide your equations. m1a by m2a. So m1a divided by m2a is equal to right side by right side. m1g minus t by t. So m1g minus t divided by t. Then a cancelled. I am crossing. Say m1 into t, m1t is equal to m2 into m1g, m1 m2g.
then m2 into minus t minus m2t, then minus m2t is taken to the left side, so m1t plus m2t is equal to m1 m2g, no problem. Then t common, say t common, balance inside, say m1 plus m2, so m1 plus m2 is equal to, say what is answer, m1 m2g, m1 m2g. Then what is t? T is equal to m1 m2g divided by m1 plus m2. Okay. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? സോ യു ഗോട്ട് ആക്സലറേഷൻ ആൻഡ് ടെൻഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും പോരെ ഇന്ന്? അപ്പോൾ ഇന്ന് ഇത്രയും മതി. അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ദിവസം ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയും സാധനങ്ങൾ മതി. ഇനി നമുക്ക് അതിനകത്ത് ഒരു വലിയ ക്വസ്റ്റ്യനും ഒരു കൊച്ചു സാധനം കൂടെ പറയാം. അതുകൂടെ പറയുമ്പോഴത്തേക്ക് ചാപ്റ്റർ കഴിയും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് കാണാം. സോ ബൈ.